ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്ന് മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുന്നു നോക്കാം. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാൻ ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നത്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. 1948 ജൂണിനുള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്ന് ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. 1947 ഫെബ്രുവരിയിലാണ് പ്രഖ്യാപനം. ലൂയിസ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയുടെ വൈസ്രോയിയായി ചുമതലയേറ്റു. ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടല്ലാതെ രാഷ്ട്രീയ പ്രശ്നത്തിന് പരിഹാരം കാണാനാവില്ലെന്ന് ബോധ്യപ്പെട്ട മൗണ്ട് ബാറ്റൺ 1947 ജൂൺ 3 ഒരു ഒത്തുതീർപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു. ജൂൺ 3 പദ്ധതി എന്നും മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നും ബാൽക്കൺ പദ്ധതി എന്നും അറിയപ്പെട്ടു. ഈ പദ്ധതി ബംഗാളിൻ്റെയും പഞ്ചാബിൻ്റെയും അതിർത്തികൾ വേർതിരിക്കാൻ ഒരു അതിർത്തി കമ്മീഷനെ നിയോഗിക്കും.